എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം ആർസി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. ഞാൻ ഇന്നേ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ അടീനിയം കുറച്ച് പ്ലാന്റുകളൊന്ന് പോട്ട് ചെയ്ത് വെക്കാന്നോർത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഞാനിത് ചെയ്യുമ്പോൾ അതിൻ്റെ മെതേഡ് എങ്ങനെയാണ്, ഞാൻ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണ്. ഇത് ഞാൻ ചെയ്യുന്ന രീതി മാത്രമാണ് കേട്ടോ, അത് എല്ലാവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഉപകാരമാകട്ടെ എന്നോർത്താണ് ഇനി വീഡിയോ ചെയ്യാന്നോർത്തത്. അപ്പം കുറച്ച് ഞാനിവിടെ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എന്നാൽ ഒരു വീഡിയോ ആക്കി ചെയ്തേക്കാന്ന്. ഇപ്പം അറിയാലോ, ഇത് എത്ര നമ്മൾ വാങ്ങിച്ചു കൂട്ടിയാലും ഒരിക്കലും നമ്മുടെ മേടിത് തീരുകയല്ല, കളക്ഷൻ തീരില്ല. വെച്ചാൽ അതുപോലെ ഓരോ വെറൈറ്റികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടീനിയം വാങ്ങിക്കുന്നവരാണ്. പലരുടെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണിക്കാം എന്നോർത്താണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അത് എന്താണ്, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്കൂടെ ഒന്ന് അറിയണ്ടേ. വാ, നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനിവിടെ ഞാൻ കുറേ സാധനം വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ, എന്തൊക്കെ, എങ്ങനെയൊക്കെ എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ചകിരിച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എല്ലാവരും ചിലർ അത് എത്ര പെർസെൻറ്റേജ്, ഇത്ര പെർസെൻറ്റേജ് എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. ഞാൻ അങ്ങനൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഐഡിയയ്ക്ക് ഞാൻ അങ്ങ് ചെയ്ത് പോവുകയാണ്. ചകിരിച്ചോറിട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് പെർലറ്റ്, കുറച്ച് പെർലറ്റ് ഇട്ടു. പെർലറ്റ് അറിയാലോ, നമ്മുടെ മാർക്കറ്റിലും വളക്കടയിലൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് പെർലറ്റ് കേട്ടോ. ഇനിയിപ്പം ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, നമ്മുടെ സാഫുണ്ട്, പിന്നെ മണലുണ്ട്. മണലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വില കൊടുത്തോ വെച്ചാൽ മണലോ ആറ്റിൽ നിന്ന് വാരിയ മണലോ ഒന്നുമല്ല. നമ്മുടെ വീടിന്റെ വാതക കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഇത് ഞാൻ കോരി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിലേക്ക്. അപ്പം മണലും ഇതിലേക്ക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈവച്ച് നല്ല രീതിയിൽ, കൈവച്ചോ വല്ല എന്തെങ്കിലും ചട്ടുകം കൊണ്ടോ തവിക്കണ കൊണ്ടോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് പറ്റുന്ന രീതി. ഞാൻ കൈവച്ചാണ് ഇളക്കുന്നത്. ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കുക. ഇതെല്ലാം ഇളക്കട്ടെ കേട്ടോ. എല്ലാം നല്ല രീതിയിൽ നമ്മൾ പെർലറ്റും മണ്ണും എല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഇടേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലുപൊടി ചേർക്കണം, വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. എന്നിട്ട് അതും നല്ലപോലെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്കതിൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നല്ല രീതിയിൽ അതെല്ലായിടത്തും എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് നല്ല എല്ലുപൊടിയും ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ചാണകം ഞാൻ നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത്രയും ചെറിയ ഇതിൽ പൊടിയായിട്ട് കിടക്കുന്നത് കേട്ടോ. ഇതും നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് അത് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഓരോ ഘട്ടമായിട്ട് ഞാൻ ഇടുന്നത് എന്നാന്ന് വെച്ചാൽ എന്നാലും നന്നായിട്ട് നമുക്ക് മിക്സ് ആയി കിട്ടുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇത് എത്തുകയില്ല. ഓരോന്നോരോന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നോരോന്ന് ചേർക്കുന്നത്. ഇപ്പോൾ ചാണകവും നല്ല രീതിയിൽ ഞാൻ മിക്സ്, അത്രയും എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്ത് മറന്നാലും നമ്മൾ മറക്കരുതാത്തൊരു സാധനമാണ് അത് ഇപ്പൊ ഞാൻ കാണിച്ച സാഫ്. സാഫ് നമുക്ക് അത്യാവശ്യമാണ്. സാഫ് ഇല്ലാതെ അടീനെ ഒരിക്കലും പോട്ട് ചെയ്യരുത്. സാഫ് ഇതുപോലെ നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നല്ല രീതിയിൽ സാഫ് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടീനിയം പോട്ടിംഗ് മിക്സ് റെഡിയാക്കാനായിട്ട്. അത് ഒരു കാരണവശാലും മറന്നു പോകരുത്. വേപ്പിൻ പിണ്ണാക്കോ ചാണകമോ ഒക്കെ മറന്നാലും സാഫ് മറന്നു പോകരുത്. ഇതും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പോട്ട് ചെയ്യണമല്ലോ. പോട്ട് ചെയ്യാനായിട്ട് എനിക്ക് 15 പ്ലാന്റ് ആണ് ഇപ്പം മിച്ചമുള്ളത്. അത് 15 എണ്ണം പോട്ട് ചെയ്യാൻ നമ്മൾ 15 ചട്ടി എടുത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചട്ടിക്കകത്ത് ഡ്രെയിനേജ് ഹോള് അടഞ്ഞു പോകാതിരിക്കാൻ നമുക്കൊരു സാധനം ഇടണം. അത് എന്താണെന്ന് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ട് കാണിച്ചു തരാം. അതെല്ലാം ഇതിനകത്ത് ഇടാം. ഇട്ടിട്ട് അതെന്താന്നുള്ളത് കാണിച്ചു തരാം. ഡ്രെയിനേജ് ഹോള് കറക്റ്റ് ആകണ്ടേ പോട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനം കണ്ടു. അത് എന്നാന്ന് മനസ്സിലായോ? ഇത് വേറൊന്നുമില്ല, നമ്മുടെ തെർമോക്കോളാണ്. ഇത് പണ്ട് ഞാൻ ഓർക്കിഡ് പോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്ലയൻസ് ഷോപ്പിൽ എവിടെയെങ്കിലും ചെന്ന് ചോദിച്ചാൽ
നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് തരും, ഒരു കുഴപ്പമില്ല. ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നും പറഞ്ഞ് അവർ നോക്കിയിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല ഡ്രെയിനേജും കിട്ടും, നമുക്ക് ചട്ടിക്ക് വെയിറ്റും കുറയും. നല്ലൊരു സാധനമാണ്. നമ്മൾ മെറ്റിലോ ഇഷ്ടികയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ പിടിച്ചെടുക്കും. മറ്റേ മെറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. ഇതാകുമ്പോഴത്തേന് വെയിറ്റ് കുറവായിരിക്കും, നമുക്ക് പോട്ട് മിക്സ് കുറച്ച് മതി. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകത്തുമില്ല, അവിടെ കിടന്നോളും. അപ്പോൾ ഇതും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് പ്ലാന്റ് ഇതിലേക്ക് പോട്ട് ചെയ്യാം. ഇത് പോട്ട് ചെയ്യുന്ന രീതി കുറച്ച് അറിയാലോ, ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ പറയാൻ മറന്നുപോയി, ഈ ഒഴുകി വരുന്ന മണ്ണ് അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്നുള്ള മണ്ണൊക്കെ എടുക്കുമ്പോൾ അതിനകത്തുനിന്നുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഞാൻ അതുപോലെ ഇത് മാറ്റിയിട്ടിരിക്കുന്നതാണ്. ഇത് ഇല ചീഞ്ഞതും പുല്ലിന്റെ വേരും അത് ഇതൊക്കെയാണ്, കമ്പും കോലും എല്ലാം നമ്മൾ മാറ്റി കൊടുക്കണം. അതൊന്നും നമ്മുടെ പോട്ടിനകത്ത് കാണരുത്, ഫംഗസ് കയറി പിടിക്കും. അപ്പം മണ്ണ് നിറച്ചു കൊടുക്കുക, കുറച്ച് മണ്ണ് നിറച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ ഒരു പ്ലാന്റ് എടുത്തത് ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് അവനെ അവിടെ അങ്ങ് ഉറപ്പിക്കുക. ഒത്തിരി മണ്ണൊന്നും വേണ്ട കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോട്ടിങ്. ബാക്കി എല്ലാം കൂടെ പോട്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മളെല്ലാ പ്ലാന്റും ഇവിടെ പോട്ട് ചെയ്ത് കഴിഞ്ഞു. 15 പ്ലാന്റും പോട്ട് ചെയ്തു. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ ഈ ചുമ്മാ നിൽക്കുന്ന വേരുകളൊക്കെ ഇല്ലേ പുറത്ത് നിൽക്കുന്നത്, അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ സാഫ് തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം പോട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഞാനിത് മൊത്തം ഇവിടെ പോട്ട് ചെയ്ത് വെക്കുന്നത് വെറുതെ ഇവിടെ വെക്കാനല്ല. ഇത് ഫ്ലവർ ഒക്കെ ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കും, നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് വെക്കുന്നവരെ അതിന്റെ ആ സൈഡിലുള്ള വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഈ ചെടി വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് പോട്ടിങ് കഴിഞ്ഞു, എല്ലാം തീർന്നു. ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അത്യാവശ്യം ഒരു പണിയും കൂടി ചെയ്യാനുണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് പൂർത്തിയാവുകയുള്ളൂ. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഇതിന് കൊടുക്കാനുണ്ട് ഈ പ്ലാന്റിന്. അപ്പൊ അതുകൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ വെച്ചിട്ട് പോയാൽ പോലും അതിന് വെള്ളം കൊടുക്കണ്ടേ. ആ വെള്ളം ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇത് വെറും വെള്ളമല്ല. ഈ വെള്ളത്തിൽ നമ്മുടെ സാഫ് ഞാൻ കലക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടിയിൽ മൊത്തം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, ആ പോട്ട് മിക്സിലൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഉടനെ ഒന്നും വെള്ളം കൊടുക്കരുത്. ഇതിന്റെ പ്ലാന്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ, അതിന്റെ പോട്ട് മിക്സ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇനി വെള്ളം കൊടുക്കാവുള്ളൂ. ഇന്ന് വെള്ളം കൊടുത്ത് നമ്മളിത് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്തതിനു ശേഷം അതിന് വെള്ളം കൊടുത്തു, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇതിനെ ഒരിടത്തേക്ക് മാറ്റി വെക്കുക. നമ്മൾ അനക്കമൊന്നും തട്ടാത്ത ഒരു ഷെയ്ഡുള്ള ഭാഗത്തേക്കാണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മുടെ UV ഷീറ്റിനടിയിലാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വേറെ എങ്ങും മാറ്റാൻ പോകുന്നില്ല. ഇനിയിപ്പം കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഒരു വൃത്തികേടല്ലേ. അവരെ ഒന്ന് ഓർഡറിലാക്കി അങ്ങ് മാറ്റി വെച്ച് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഓർത്തോണം, ഇനി നല്ല രീതിയിൽ അതിന്റെ പോട്ട് മിക്സ് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വെള്ളം കൊടുക്കാവുള്ളൂ. ചുമ്മാ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമാണ്, ഇടയ്ക്കൊരു വെയിലുണ്ടെന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നുടനെ പ്ലാന്റിനെ അങ്ങനെ നനച്ചു കൊടുക്കരുത്. നോക്കുക പോട്ട് മിക്സ് ഡ്രൈ ആയോ എന്ന്. നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ്. അത് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ അത് അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അത്ര നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പല വെറൈറ്റികൾ. അപ്പോൾ ഞാൻ ഇന്നാളത്തെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമുക്കറിയാം നമ്മുടെ സ്ഥിരം കാണുന്നവർക്ക് നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ആ ലിങ്ക് വഴി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി അഡീനിയംസ് എത്തുമ്പോഴത്തേന് ഞാൻ അതിലേക്കാണ് അതിന്റെ ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ സെലക്ട് ചെയ്ത പ്ലാന്റ് ബാധിച്ച് കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പുതിയ കുറേ വെറൈറ്റീസ് വരാനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു ഗുണകരമായ വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കിയാണ്.